കുട്ടീസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദേവീസ് വേൾഡ്. അപ്പോൾ ഇന്നൊരു നമ്മളൊരു കുട്ടി വ്ളോഗുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇന്ന് എൻ്റെ പിറന്നാളാണ്. അപ്പോൾ നമ്മൾ ഇന്ന് അമ്പലത്തിൽ പോയിട്ട് അപ്പോൾ ഇന്നത്തെ ഒരു കുട്ടി ദിവസം ഒരു വ്ളോഗായിട്ട് ഇടാമെന്ന് വെച്ചു. അപ്പോൾ നമുക്ക് അമ്പലത്തിലെല്ലാം പോയിട്ട് വരാം. അപ്പോൾ ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ കേട്ടോ. ഹായ് ചിക്കി, അമ്പലത്തിൽ പോയിട്ട് വരട്ടെ ചിക്കി. ഈ അപ്പൻ പുറത്തുനിന്ന് പൂട്ടിയിട്ടേക്കുക. ഈ അപ്പൻ എന്നാ പണിയാ കാണിച്ചത്? അപ്പോൾ നമ്മൾ രാവിലെ അമ്പലത്തിൽ പോകാട്ടോ. അപ്പോൾ റെഡിയെല്ലാം ആയി. അപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ച ഒരു കുട്ടി ഗെറ്റ് റെഡി വിത്ത് മീ കേട്ടോ. അപ്പോൾ നമ്മൾ അമ്പലത്തിലൊക്കെ പോയിട്ട് വരാം. നമ്മൾ രണ്ട് അമ്പലത്തിൽ പോകുന്നുണ്ട് ഇന്ന്. ഒന്ന് മടുത്തുംപടി അമ്പലത്തിൽ, ഒന്ന് തുളുവന്നൂർ അമ്പലത്തിൽ. അപ്പോൾ മടുത്തുംപടി അമ്പലം നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ്. അപ്പോൾ ആദ്യം അവിടെ പോയി തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വരണം. അതിന് ശേഷം നമുക്ക് തുളുവന്നൂർ കൂടെ പോയിട്ട് അപ്പം ഞാൻ ജിക്കിനോട് ബൈ ബൈ എല്ലാം പറഞ്ഞ് അമ്പലത്തിലോട്ട് പോവാന്ന്. അവിടെ അനങ്ങാണ്ട് കിടക്കുന്നുണ്ട്. ബൈ. അപ്പോൾ നമ്മൾ അമ്പലത്തിൽ ഉത്സവമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് മുകളിലിങ്ങനെ കിട്ടിയൊക്കെ വെച്ചേക്കുന്നത്. അതുകൊണ്ട് നല്ല രസമുണ്ടായിരുന്നു കാണാനൊക്കെ അമ്പലം. പുതിയ കുപ്പായ ഞാൻ ഇന്നലെ പോയി മേടിച്ച. നല്ല രസമുണ്ട്. ഹായ് പറയാം അമ്മ. ഹായ്. ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ. ഉത്സവം കഴിഞ്ഞുകൊണ്ട് അവിടുത്തെ ഇതൊന്നും അയച്ചിട്ടൊന്നുമില്ലായിരുന്നു. എല്ലാം അതേപോലെയൊക്കെ തന്നെ ഉണ്ടായി. അപ്പം എനിക്കറിയാവുന്ന അമ്മമാരാണ്. അപ്പോൾ അവരോട് കുറച്ച് നേരം ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. കുറച്ച് നേരം സമാധാനമായിട്ട് അവിടെ ഇരുന്നിട്ട് പിന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടോ. ഇനി അടുത്ത അമ്പലത്തിൽ കൂടെ നമുക്ക് പോകാനുണ്ട്.
ഇന്നലെ വന്ന ആ ഒന്നും അറിയണ്ട, കുറയ്ക്കെങ്കിലും ചെയ്യടി ഒന്ന്. എന്താ ചെയ്യുന്നു ഇങ്ങനെ? കിടന്നു അവിടെ. അടുത്തോ രാവിലെ ദോശ ചമ്മന്തി കഴിച്ച് എന്നിട്ട് തുളുന്നരമ്പലത്തിലോട്ട് പോവാം കേട്ടോ ഞാൻ. അപ്പോൾ നമ്മൾ ഓട്ടോയ്ക്കാണ് വന്ന് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ട് അങ്ങോട്ട്. അപ്പോൾ പിറന്നാളായതുകൊണ്ട് നമ്മൾ പാൽപ്പായസത്തിന് കഴിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അത് 10 മണി കഴിയുമ്പോഴേ കിട്ടത്തുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ സമയമാകുമ്പോൾ പോയാൽ മതി. അപ്പോൾ അവിടെ പോയി പ്രാർത്ഥിച്ചിട്ട് ബാക്കിയുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ നമുക്ക്. പിന്നെ ഈ വഴി പോകുമ്പോഴത്തേന് നമുക്ക് ഒരുപാട് മെമ്മറീസ് ഉണ്ട്. നമ്മൾ നേരത്തെ ഇവിടെയായിരുന്നു നമ്മൾ നേരത്തെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ അതിൽ കൂടെയൊക്കെ പോകുമ്പോൾ നമ്മളവിടെ താമസിച്ച ഓരോ ഓർമ്മകളൊക്കെ വരും. പിന്നെ ഈ വഴിയാണ് നമ്മളിനി പോകാൻ വേണ്ടി പോകുന്നത്. ഈ ഇടവഴി കൂടെയാണ് നമ്മൾ അമ്പലത്തിലോട്ട് പോകുന്നത്. നല്ല രസമാട്ടോ ഈ വഴി പോകുമ്പോഴത്തേന്. വയലും പാടവും നല്ല പച്ചപ്പൊക്കെ കണ്ട് ആസ്വദിച്ച് ഇങ്ങനെ പോകാം. ഒരു പ്രത്യേക ഭയങ്കര സന്തോഷമാണ്. ഭഗവാനെ പുറത്തിറക്കിയിട്ട് ശീവേലിക്ക് കൊണ്ടുവന്ന കാഴ്ച ഇപ്പം കാണാം കേട്ടോ. അപ്പോൾ തൊഴുതിട്ട് നമ്മൾ പായസമൊക്കെ കിട്ടി, പായസമെല്ലാം മേടിച്ചിട്ട് ഇറങ്ങിയത് അമ്പലക്കുളം കേട്ടോ. അങ്ങോട്ട് ആർക്കും അങ്ങോട്ട് കുളത്തിലേക്ക് അങ്ങോട്ട് പ്രവേശിക്കാനുള്ള അനുമതിയില്ല. അപ്പോൾ നമ്മൾ പുറത്തേക്ക് നമ്മൾ നടന്ന് അവിടെ വരെ പോവാണ്. അവിടെ നിന്ന് പോയിട്ട് നമുക്കിനി
ഓട്ടോ പിടിച്ചിട്ട് വേണം വീട്ടിലോട്ട് പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ എല്ലാവരും വണ്ടിയൊക്കെ എടുത്താണ് വരുന്നത്. എല്ലാവരും സ്കൂട്ടിയിലും കാറിലൊക്കെ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ നമുക്കങ്ങനെ ഓട്ടോയൊക്കെ കിട്ടി. ഓട്ടോയിൽ നമ്മൾ പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. നമ്മളീ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഞങ്ങൾ പഴയ താമസിച്ച വീടുണ്ട്, അതാട്ടോ അവിടെ കാണുന്നത് ആ സൈഡിൽ. അപ്പോൾ ആ വഴി കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. പണ്ട് ഞാൻ ഡാൻസ് സ്കൂളിലൊക്കെ പോകുന്ന വഴി കൂടെയാണ് പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ നമ്മൾ പണ്ട് അമ്മമ്മയുടെയും അപ്പൂപ്പൻ്റെയൊക്കെ കൂടെ നടന്ന് പോയിക്കൊണ്ടിരുന്ന വഴികളായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരു നല്ലൊരു കാലമായിരുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ വേഗം വീട്ടിലെത്താൻ വേണ്ടി നോക്കുവാണ്. ഹലോ, എന്നെ അറിയാം നിൽക്കുന്നോ റൂബി? റൂബീനെ കാണുന്നില്ല. അപ്പഴെന്നാ മൈൻഡാകാത്തതിന് പാവാണ്. ഉച്ചയ്ക്ക് നമ്മൾ സദ്യയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അവിയൽ, എരിശ്ശേരി, ക്യാബേജ് തോരൻ, അച്ചാർ, ഇഞ്ചിക്കറി, പപ്പടം, ഇത്രയും കറികളുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. അമ്മ എല്ലാം ഉണ്ടാക്കി തന്നു കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരം നമ്മൾ വിളക്കെല്ലാം കത്തിച്ചു കേട്ടോ. അപ്പോൾ ഇത്രേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ നമ്മുടെ കുട്ടി ചാനൽ കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ.